ആർക്കെതിരെയാണ് അൻവർ പോരാടേണ്ടതെന്ന് വളരെ വ്യക്തമാണ്. അതിൽ അൻവർ ഉചിതമായ നിലപാടെടുക്കട്ടെ. അൻവറിനൊരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അതിന് ഉചിതമായ നിലപാട് അൻവർ സ്വീകരിക്കും. അൻവറാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉണ്ടല്ലോ, പള്ളിക്കുന്ന് എം എൽ എയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. UDF ഈ പ്രശ്നം പരിഹരിക്കണം, അൻവറിനെ ഒപ്പം കൂട്ടണം, ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലീഗിൽ നിന്നും അങ്ങനെ അഭിപ്രായം വരികയാണ്. UDF നേതൃത്വം കേൾക്കൂ. അല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ലീഗിൻ്റെ അഭിപ്രായം കൂടെ ചേർത്ത് അതല്ല നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നതും പരിഹരിക്കുന്നതും. അല്ല, ലീഗിൻ്റെ അഭിപ്രായമല്ല, എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത്. ലീഗിൻ്റെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ലീഗ് ലീഡർഷിപ്പ് വഴിയാണ് അത് ചർച്ച ചെയ്യേണ്ടത്. ആ നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിയേക്കുന്നത്. ലീഗിൻ്റെ അടക്കം അഭിപ്രായം അതായത് അസോസിയേറ്റഡ് ഘടകകക്ഷിയാക്കാമെന്ന് അൻവറിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അത് അറിയിച്ചു. പക്ഷേ അൻവർ അങ്ങനെയല്ല, ഘടകകക്ഷിയാക്കണമെന്നുള്ള നിലപാട് പറഞ്ഞു. പിന്നീട് അങ്ങ് തെറ്റിപ്പോയി നോമിനേഷൻ കൊടുക്കാനുള്ള തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിൽ വളരെ വ്യക്തമായി മെയ് 2-ാം തീയതി തന്നെ തീരുമാനമെടുത്തു. അതിനകത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ വീണ്ടും ആ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കാനും അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ തീരുമാനം UDF ചെയർമാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ തീരുമാനത്തിനൊപ്പം അല്ല നിൽക്കുന്നത്. അന്നേരം പിന്നെ മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗ് പക്ഷേ ഇങ്ങനെ അഭിപ്രായം പറയുകയാണ്, അൻവറിനെ കൂടി കൂട്ടി ഒപ്പം പോകാം എന്നുള്ള അഭിപ്രായം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതൊരു വിജയസാധ്യതയൊക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അല്ല, ലീഗിൻ്റെ അഭിപ്രായം, ലീഗിൻ്റെ ലീഡർഷിപ്പ് കൂടെ പങ്കെടുത്തതിനകത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ കൂടിയതിനകത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബും PMS സലാമും എല്ലാം ഉണ്ടായിരുന്നു. അന്നേരം അവരുടെ അഭിപ്രായം കൂടെ, അവരുടെ എല്ലാം കൂടെ അഭിപ്രായം ഏകോപിപ്പിച്ചുകൊണ്ടാണ് തീരുമാനത്തിലെത്തിയത്. അൻവറിലേലും ജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ ഒറ്റക്കെട്ടായി ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം കംഫർട്ടബിളായിട്ട് UDF ഇവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. UDFന് അൻവറിൻ്റെ പിന്തുണയില്ലെങ്കിലും ജയിച്ചു കയറാൻ കഴിയും എന്ന് RSP അടക്കം നിലപാട് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹമീദ് മാസ്റ്ററുടെ പ്രസ്താവന വരുമ്പോഴും ആ പ്രസ്താവനയ്ക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ ശിവവിജയൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം UDFൻ്റെ യോഗം ചേർത്തിരുന്നു. ആ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കം പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലുണ്ടായ തീരുമാനമാണ് അൻവറിനെ അറിയിച്ചത്. അതിനുശേഷമാണ് അൻവർ ആ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് വരുന്നില്ല എന്നൊരു കാര്യം അറിയിക്കുകയും കൂടി ചെയ്തത്. അത് കഴിഞ്ഞ ലീഗിന്റെ നേതൃയോഗം ആ ലീഗിന്റെ നേതൃയോഗം ചേർന്ന സമയത്ത് VD സതീശൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനെ ലീഗിനുള്ള അതൃപ്തി അറിയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലീഗിനുള്ളിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ലീഗിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നിപ്പോൾ വന്ന പ്രതികരണങ്ങൾ രണ്ടെണ്ണം. ഒന്ന്, ഹമീദ് മാസ്റ്ററിൻ്റെ ഇന്ത്യാസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി മാറുകയാണ്. വള്ളിക്കുന്ന് MLA ആണ് ഹമീദ് മാസ്റ്റർ. മാത്രമല്ല, ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. ആ നേതാവ് പറയുകയാണ് അൻവറിനെ ഒപ്പം കൂട്ടണം, അൻവറുമായുള്ള പ്രശ്നം UDF ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന്. അതിന് തൊട്ട് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശിനോട് ഈ വിഷയം ചോദിച്ചു. ഇന്ത്യാസിനോട് ഈ ഹമീദ് മാസ്റ്റർ സംസാരിച്ച കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അടഞ്ഞ അധ്യായമാണ് ഇത്, ഞാൻ ഒരു വട്ടം കൂടി ആവർത്തിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ നിലപാട് പറഞ്ഞതാണ്. അപ്പോൾ ഹമീദ് മാസ്റ്ററിനെ തള്ളുന്നു. തൊട്ട് പിന്നാലെ വന്ന മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് MK മുനീറിൻ്റെ പ്രതികരണമാണ്. ആ പ്രതികരണം UDF കൂട്ടായി എടുത്ത തീരുമാനം നേരത്തെ ഉണ്ട്. ആ തീരുമാനമൊക്കെ ഇപ്പോൾ നേരത്തെ ശിവവിജയൻ പറഞ്ഞതുപോലത്തെ ഒരു തീരുമാനം മുനീറും പറയുകയാണ്. ഹമീദ് മാസ്റ്ററെ തള്ളുകയാണ്. അങ്ങനെ ലീഗിന് ഉള്ളിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ എന്തായാലും ഹമീദ് മാസ്റ്റർ ഇന്ന് മാതൃഭൂമിയോട് പറഞ്ഞ ആ ഒരു പ്രതികരണം വലിയ രാഷ്ട്രീയ ചർച്ചയായി നിലമ്പൂർ മണ്ഡലത്തിൽ മാറുകയാണ്. ലീഗ് ആശയക്കുഴപ്പം